അല്ല, ചെന്നിത്തലയുടെ ഈ പോഡ്കാസ്റ്റിനെ ഞാനത് പോസിറ്റീവായി തന്നെ കാണുന്നത്. ജനങ്ങളുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വികസന രീതികളായിരിക്കണം ഇനി മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെയുള്ളൊരു രീതിയാണ് രമേശ് ചെന്നിത്തല ഈ പോഡ്കാസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ അത് ശരിക്കും കേരളത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. UDF-ന് അധികാരം ലഭിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. ചെന്നിത്തല ഇത്തരത്തിലൊരു സംഭവമായിട്ട് വരുന്ന സമയത്ത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. ഇവിടെയുള്ള കുട്ടികൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ രമേശ് ചെന്നിത്തല അഡ്രസ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. നമസ്കാരം. രമേശ് ചെന്നിത്തല കേരള യാത്ര, നമ്മൾ ആദ്യം വിചാരിച്ചത് അദ്ദേഹം കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ വല്ല കാൽനടയായിട്ട് നടക്കാൻ വേണ്ടി പോവുകയാണോ എന്നാണ്. ഒരു പ്രോഗ്രാമിന്റെ പേരാണ്. ഒരു പ്രോഗ്രാമിന്റെ പേരാണ്, ഒരു പോഡ്കാസ്റ്റിംഗ് അദ്ദേഹം ആരംഭിക്കാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കേരളത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട്, അത് എനിക്ക് തോന്നുന്നു വളരെ നല്ലൊരു കാര്യമാണ്. ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ നടത്തേണ്ടിയിരുന്നതാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും അദ്ദേഹം അത് അവതരിപ്പിക്കുന്നത് നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു പാർട്ടി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ കേരളത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തോടായിട്ട് പറയാൻ സാധിക്കുക. കാരണം എൻ്റെ കേരളത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് ഇതാണ്, അത് വ്യാവസായിക മേഖലയിൽ എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, വിദ്യാഭ്യാസ മേഖലയിൽ എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, ഈ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് പുതിയ സംരംഭങ്ങൾ കൊണ്ടുവരുന്നതിനെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, കാർഷിക മേഖലയെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചുള്ള, ചെറുകിട കച്ചവടങ്ങളെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, റീറ്റെയിൽ സെക്ടറിനെ കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ്, വനിതാ ശിശുക്ഷേമത്തെക്കുറിച്ചുള്ള, യുവജനക്ഷേമത്തെക്കുറിച്ചുള്ള എൻ്റെ കാഴ്ചപ്പാട് ഇതാണ് എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ഈ കാഴ്ചപ്പാടുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫൈറ്റിലേക്ക് വരുന്ന ഒരു രീതിയൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനാധിപത്യത്തെ എൻ്റെ മനോഹരമാക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ അതേ രീതിയിലേക്കാണ് ഇപ്പോൾ ശ്രീ രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു പോഡ്കാസ്റ്റ് നീങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്നെനിക്ക് തോന്നുന്നു. കാരണം അദ്ദേഹം എന്താണോ കേരളത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നത്, അല്ലെങ്കിൽ കേരളത്തിലെ ചെറുപ്പക്കാരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട്, അല്ലെങ്കിൽ കേരളത്തിലെ വനിതകളുടെ പ്രതീക്ഷകൾക്കനുസരിച്ചിട്ട് ഉയരുന്നതാണോ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ എന്ന് തീർച്ചയായിട്ടും കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ നോക്കിക്കാണുന്നത് രമേശ് ചെന്നിത്തലയുടെ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റിനെ? അല്ല, ചെന്നിത്തലയുടെ ഈ പോഡ്കാസ്റ്റിനെ ഞാനത് പോസിറ്റീവായി തന്നെ കാണുന്നത്. തെറ്റായൊരു സമീപനമല്ലല്ലോ. കാരണം കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചിട്ട് ഒരു വളരെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവ് എന്നുള്ള നിലയിലും മുൻ പ്രതിപക്ഷ നേതാവ് ഒക്കെ ആയിരുന്ന രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ ജനങ്ങളുമായി പങ്കുവെക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇതിലുള്ള ആകെയുള്ളൊരു സംശയം എന്ന് പറയുന്നത്, ഈ വൈകിയ വേളയിലാണ് ഇത്തരത്തിലൊരു പോഡ്കാസ്റ്റുമായിട്ട് അദ്ദേഹം പുറപ്പെടുന്നത്. ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ കഴിഞ്ഞ ഡിസംബർ മാസത്തിലൊക്കെ അദ്ദേഹം ഇങ്ങനെ ഒരു സംഭവമായിട്ട് വന്നിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി അദ്ദേഹത്തിന് പൊളിറ്റിക്കലി തന്നെ മൈലേജ് ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു, ഇനി ആകെ 10 ദിവസം നമ്മുടെ മുന്നിലുള്ളൂ. കൃത്യം 10ാമത്തെ ദിവസം വോട്ടെണ്ണൽ. ഈ സമയത്തൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ കേരളം ആര് ഭരിക്കും എന്നതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാവും. പക്ഷേ UDF-ന് ഏറ്റവും സാധ്യതയുണ്ട് എന്ന് എല്ലാ തരത്തിലും കേരളത്തിലുള്ള എല്ലാ പ്രവാചകന്മാരും UDF-നാണ് സാധ്യത എന്ന്. പക്ഷേ ഈ പ്രവാചകന്മാരെല്ലാവരും UDF-ന് LDF-ന് എതിരാണ് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം. അതെ, ഏറെക്കുറെ രാഷ്ട്രീയ സ്ഥിതികളൊക്കെ വിശകലനം ചെയ്തുകൊണ്ടുള്ള ചില പ്രവചനങ്ങളാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിലൊക്കെ UDF-ന് അധികാരം ലഭിക്കും എന്നുള്ള മറ്റു തന്നെ ഉള്ളത്. അപ്പോൾ UDF-ന് അധികാരം ലഭിച്ചാൽ ആരായിരിക്കും മുഖ്യമന്ത്രി എന്നതിനെക്കുറിച്ചാണ് ഇപ്പോൾ കേരളത്തിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ചർച്ച നടക്കുന്നത്. അപ്പോൾ അതിനിടയിലാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിലുള്ള ഒരു പോഡ്കാസ്റ്റുമായി രംഗത്ത് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കൗതുകം. കാരണം രമേശ് ചെന്നിത്തല വരണോ, അല്ലെങ്കിൽ VD സതീശൻ വരണോ, അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും അല്ലാത്ത KC വേണുഗോപാൽ വരണോ എന്നതിനെക്കുറിച്ചുള്ള വലിയ കൂലങ്കഷമായ ചിന്തകളാണ് പലരും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചിന്തകൾ മാത്രമല്ല, വലിയ ചർച്ചകളാണ് നടക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്കിടയിൽ മാത്രമല്ല, ഈ രാഷ്ട്രീയ എതിരാളികൾക്കിടയിൽ പോലും ഈ ചർച്ച വലിയ രീതിയിൽ എല്ലാ ദിവസവും ഈ ചർച്ചയുമായി മുന്നോട്ട് പോവുകയാണ് കേരളം. പക്ഷേ ഇതിൽ നമ്മളാകെ കാണേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ചെന്നിത്തല ഇത്തരത്തിലൊരു സംഭവമായിട്ട് വരുന്ന സമയത്ത് ഒരു വിഭാഗം കോൺഗ്രസ്സുകാർ ഇതിനെ എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ്. കാരണം കോൺഗ്രസ്സിൽ എല്ലാ കാലത്തും ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. കേരള വികസനത്തെക്കുറിച്ച് ഈ ദിവസങ്ങളിലൊന്നും ആരും ചർച്ച ചെയ്യില്ല. VD സതീശനും ചർച്ച ചെയ്യില്ല, ആരും ചർച്ച ചെയ്യില്ല, നമുക്ക് അറിയാം. അപ്പോൾ ആര് മുഖ്യമന്ത്രിയാവുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ UDF അധികാരത്തിൽ വന്നാൽ UDF-കാരൻ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും ഒരു നേതാവ് മുഖ്യമന്ത്രിയാവും. കോൺഗ്രസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതിൽ വലിയ കൗതുകങ്ങളൊന്നുമില്ല. ഇപ്പോൾ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും VD സതീശൻ മുഖ്യമന്ത്രി ആയാലും കോൺഗ്രസിന് ഒരേപോലെ ആയിരിക്കും. പക്ഷേ വ്യക്തമായ ഒരു വികസന കാഴ്ചപ്പാടുള്ള ഒരാൾ വേണം മുഖ്യമന്ത്രിയാകാൻ. കാരണം നമ്മൾ പഴയ പോലെയല്ല. കേരളം ഓരോ ദിവസവും
മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആധുനിക ലോകത്ത് കേരളം വലിയ സംഭാവനകൾ നൽകാൻ വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. കേരളം കുതിച്ചുചാട്ടത്തിലാണ്, വികസനത്തിൻ്റെ കുതിച്ചുചാട്ടത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു വികസന കാഴ്ചപ്പാടില്ലാത്ത ഒരാളാണ് മുഖ്യമന്ത്രി ആവുന്നെങ്കിൽ അത് കേരളത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നുള്ളത് ഒരു സംശയം വേണ്ട. അതിപ്പോ വി ഡി സതീശൻ മുൻപോട്ട് വെച്ചെന്ന് വെച്ചാൽ വാഹനങ്ങളിൽ മോഡിഫിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊന്നും പ്രാക്ടിക്കലി നടക്കാത്ത കാഴ്ചപ്പാടുകളാണ്. അത് കൂടാതെ തന്നെ സീ ലോജിസ്റ്റിക്സിനെ കുറിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. അതിന്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസിനെ കുറിച്ചൊന്നും അദ്ദേഹം തിങ്ക് ചെയ്തിട്ടില്ല. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭൂമി ഉരുണ്ടതാണ് എന്ന് തെളിയിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്മാർ ഒക്കെ ഉണ്ടായിരുന്നു, അവരത് നടത്തിയിരുന്നു. കാരണം ഒരാൾ പുസ്തകം വായിച്ചതിന് ശേഷം ആ പുസ്തകത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് കുറേയധികം അറിവുകൾ നേടിയതിനു ശേഷം ആ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാകും. അതല്ലാതെ ഈ ബളബളബളബള എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബുദ്ധിജീവിയുടെ റോളെടുത്ത് അല്ലെങ്കിൽ ഒരു വസ്ത്രം എടുത്ത് അണിഞ്ഞതിന് ശേഷം സംസാരിക്കുന്ന തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എനിക്ക് തോന്നുന്നു രമേശ് ചെന്നിത്തല നടത്താൻ പോകുന്ന കേരളയാത്ര എന്നുള്ളൊരു പോഡ്കാസ്റ്റിലൂടെ അദ്ദേഹത്തിന്റെ 40 വർഷക്കാലത്തെ രാഷ്ട്രീയ ജീവിതമുണ്ട്. ആ രാഷ്ട്രീയ ജീവിതം എന്ന് പറയുന്നത് സാധാരണക്കാർക്കിടയിൽ KSU വിദ്യാർത്ഥിയായിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടിരിക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ, കാരണം KSUവിന്റെ യൂണിറ്റിൽ നിന്നും തുടങ്ങിയ ആളാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയുന്നത്. അപ്പോൾ ആ രമേശ് ചെന്നിത്തല ജനങ്ങൾക്കിടയിൽ ജീവിച്ചയാളാണ്. 2005 പാർട്ടി എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ലീഡർ ശ്രീ K കരുണാകരൻ പാർട്ടി വിട്ടുപോയപ്പോൾ കേരളത്തിലെ കോൺഗ്രസ്സുകാർ സ്തംഭിച്ചു നിന്നൊരു സമയത്ത് ഒരു രക്ഷകനായിട്ട് കേരളത്തിലേക്ക് വന്ന വ്യക്തിയുടെ പേരാണ്, അത് KPCC പ്രസിഡന്റായിട്ട് വന്നയാളാണ് രമേശ് ചെന്നിത്തല. അപ്പോൾ ആ രമേശ് ചെന്നിത്തല നടത്താൻ പോകുന്ന പോഡ്കാസ്റ്റ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ വികസന കാഴ്ചപ്പാടുകൾ, അത് കേരളം കാതോർക്കും, അതിനകത്ത് ഒരു സംശയവും വേണ്ട. തീർച്ചയായും. അപ്പം കേരളം ഇന്ന് അഭിമുഖീകരിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. കാരണം അദ്ദേഹം പറയാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇന്ന് യുവാക്കൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഈ ലഹരി ഉപയോഗത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം. പിന്നെ മാത്രമല്ല, കേരളത്തിലെ യുവാക്കൾക്കിടയിൽ ഒരുതരം പലായന ടെൻഡൻസി വളരെ കൂടിയുണ്ട്. കാരണം വിദേശത്ത് പോയാൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്നുള്ളൊരു തോന്നൽ എല്ലാ കുട്ടികൾക്കും ഉണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞ ഒരു ഡിഗ്രിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും തപ്പുന്നത് വിദേശത്ത് എന്താണ് കോഴ്സ് ഉള്ളത്, എങ്ങനെ വിദേശത്തേക്ക് പോകാം, കാനഡയിലേക്കും ഓസ്ട്രേലിയയിലേക്കും ഇംഗ്ലണ്ടിലേക്കും അങ്ങനെ പോയി. അമേരിക്കയിൽ ഇപ്പോൾ കുറവാണ് ആളുകൾ എഡ്യൂക്കേഷൻ പോകുന്നത്. അങ്ങനെ വിദേശത്തേക്ക് പറക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്തുകൊണ്ട് കുട്ടികൾ ഇവിടുന്ന് പലായനം ചെയ്യുന്നു, ഇവിടെയുള്ള കുട്ടികൾ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നില്ല എന്ന് വെച്ചാൽ ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഇതിനൊക്കെ രമേശ് ചെന്നിത്തല അഡ്രസ്സ് ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ ഇവിടെ നടപ്പിലാക്കിയ ഏറ്റവും വലിയ പദ്ധതിയായിരുന്നു കുബേര. ഇപ്പം കുബേര പദ്ധതി ശരിക്കും പിന്നീട് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇല്ലായിരുന്നു എന്നുള്ളതും കേരളത്തിൽ വലിയ രീതിയിൽ ഈ കൊള്ളപ്പലിശക്കാരും ഇപ്പോൾ ലോൺ ആപ്പുകളുടെ പിടിയിൽപ്പെട്ട് ഒരുപാട് ആളുകൾ അതിൻ്റെ ബലിയാടുകളായി മാറുന്ന ചിത്രമൊക്കെ നമ്മൾ കണ്ടു. പലരും ആത്മഹത്യ ചെയ്യുന്നു. യുവാക്കളെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഈ ലോൺ ആപ്പുകളാണ്. ലോൺ ആപ്പിൻ്റെ കെണിയിൽപ്പെട്ട് ഒരുപാട് ആളുകളുടെ അവരുടെ ജീവിതം തുലാശിലായി കിടക്കുന്ന ഒരു ചിത്രമൊക്കെ ഉണ്ട്. ഇത്തരത്തിലുള്ള വളരെ അടിത്തട്ടിലുള്ള ജനങ്ങളുടെ വിഷയങ്ങളൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിയുമെങ്കിൽ രമേശ് ചെന്നിത്തല ഭാവി മുഖ്യമന്ത്രി ആവുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങൾക്കൊക്കെ പരിഹാരമുണ്ടാക്കപ്പെടും എന്നുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് പഴയ കാലത്തെ രീതിയിലുള്ള ഒരു മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഈ മന്ത്രിമാരോ ഒക്കെ അല്ല നമുക്ക് വേണ്ടത്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മുഖ്യമന്ത്രിമാരാണ് ഇനി വരേണ്ടത്. അതുകൊണ്ട് ആധുനിക കേരളത്തിൻ്റെ സൃഷ്ടാക്കളായി ഇവർ മാറണമെങ്കിൽ അത് തീർച്ചയായും കേരളത്തെക്കുറിച്ച് അവർക്ക് നല്ല കാഴ്ചപ്പാടുണ്ടാവണം. അത് എങ്ങനെ പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള വ്യക്തത ഉണ്ടാവണം. ജനങ്ങളുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ദന്തഗോപുരവാസികളായി ഇനിയുള്ള മന്ത്രിമാരോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോ ഒന്നും മാറരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുകൂടാണ് UDF 3 കോൺക്ലേവുകൾ നടത്തി. ഒന്നെനിക്കൊന്ന് വിദ്യാഭ്യാസ കോൺക്ലേവ്, പിന്നെ എന്തോ ഇൻഡസ്ട്രിയൽ കോൺക്ലേവ്, ഇങ്ങനെയൊക്കെ കോൺക്ലേവുകൾ നടത്തിയിരുന്നു. പക്ഷേ ഈ കോൺക്ലേവിൽ എന്ത് ആശയമാണ് ഉരുത്തിരിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ അവിടെ നിന്നും എന്താണ് കേരളത്തിലെ പൊതുസമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് ഉള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ പുതിയ ആശയങ്ങൾ വന്നിട്ടുള്ളത് എന്ന് പോലും UDFന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. അതുകൂടാതെ തന്നെ VD സതീശൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, UDF അധികാരത്തിൽ വന്നാൽ, ടീം UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഖജനാവുകൾ നിറയ്ക്കും. ഈ ഖജനാവുകൾ നിറയ്ക്കുന്ന ഒരു കാര്യം പോലും
വി.ഡി. സതീശന് പബ്ലിക്കിന് മുമ്പിൽ വെക്കാനായിട്ട് പറ്റിയിട്ടില്ല. അത് കൂടാതെ ഒരുപാട് പദ്ധതികൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്, അതെല്ലാം സസ്പെൻസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. അല്ല, സസ്പെൻസ് അത് ആ രീതി തന്നെ തെറ്റാണ്. കാരണം ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത്. പഴയ പോലെ അല്ലല്ലോ. എല്ലാ ആളുകൾക്കും ബുദ്ധിയുണ്ട്, എല്ലാ ആളുകൾക്കും വ്യക്തമായ വികസന കാഴ്ചപ്പാടുണ്ട്. ഇപ്പം കുറേ ബുദ്ധിയില്ലാത്ത ആളുകളും പിന്നെ കുറച്ച് ബുദ്ധിയുള്ള ആളുകളും മറ്റു ബുദ്ധിയുള്ള ആളുകൾ ബുദ്ധിയില്ലാത്ത ആളുകളെ ഭരിക്കുന്നു എന്നൊക്കെയുള്ള രീതിയൊക്കെ മാറിയിട്ടുണ്ട്. ഇവിടെ ഇന്ന് കേരളത്തിലുള്ള എല്ലാ ആളുകൾക്കും സാമാന്യ ബുദ്ധിയുണ്ട്, വികസനത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്, അവരുടെ ജനപ്രതിനിധി എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളുകളാണ് ഓരോ ആളുകളും. അതുകൊണ്ട് തന്നെ ജനങ്ങളുമായി നിരന്തരമായി സംസാരിച്ചു കൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കണം, അല്ലെങ്കിൽ വികസന രീതികളായിരിക്കണം ഇനി മുന്നോട്ട് വെക്കേണ്ടത്. അങ്ങനെയുള്ളൊരു രീതിയാണ് രമേശ് ചെന്നിത്തല ഈ പോഡ്കാസ്റ്റിലൂടെ ലക്ഷ്യമിടുന്നതെങ്കിൽ അത് ശരിക്കും കേരളത്തിൽ വലിയ രീതിയിൽ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.